നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് രാജൻ ബാബുവിനെ കുറിച്ചുള്ള ന്യൂസാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആളെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മളെ മുരാരി തന്ത്രിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേസൊക്കെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യ സമയത്തുണ്ടെങ്കിൽ ഇയാൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ബാബു ഉണ്ടെങ്കിൽ അങ്ങനെ പോലീസുമായിട്ട് കൊണ്ടുവരുന്ന സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇതാണ് ഹണി ട്രാപ്പിലാക്കിയതാണ്, താനൊരു പാവമാണ്, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം 20 ലക്ഷത്തിൻ്റെ പേരിലാണ് തന്നെ ഇതിനകത്തുള്ള കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടുണ്ടെങ്കിൽ പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ അതൊക്കെ ഭയങ്കര ഫ്രോഡുള്ളതാണെന്ന് നമുക്കറിയാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇയാൾക്കെതിരെ വരുന്നുണ്ട്. ഇതേ കണക്ക് ഇയാൾ നേരത്തെ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇതേ കണക്ക് ഓരോരോ പൂജയുടെ മറവിൽ ഓരോരോ സ്ത്രീകളെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ പുതിയ രീതിയിലുള്ള ആരോപണമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ ഇയാളെ കുറ്റം പറയുന്നതിന് പകരം ഉണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ ഈ പേരൻസിനെയും കുറ്റം പറഞ്ഞേ പറ്റൂ. ഇതേ കണക്കുള്ള ആരെങ്കിലും പൂജാരിമാരോ അല്ലെങ്കിൽ തന്ത്രിമാരോ ആരും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇതേ കണക്കുള്ള ഇഷ്യൂ വരുമ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് മക്കളെ അങ്ങ് വിടുകയാണ്. അതല്ലാതെ ഇയാൾ നല്ല ആൾക്കാരാണോ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ബാഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെക്ക് ചെയ്യാതെ ഇതേ കണക്ക് ഏതെങ്കിലും ഒരു പൂജാരി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ കള്ളത്തരം കാണിച്ച് വരും, അവനെയൊക്കെ വിശ്വസിച്ചുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിന് പേരൻസിന് ഇതേ കണക്കുള്ള പേരൻസിന് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ഒരു ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആൾക്കാരെ വെക്കണം. അതല്ലെങ്കിൽ ഇതേ കണക്കുള്ള കേസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവനെ പുറത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണും. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ട് ഈ പേരൻസിന് ഒരു വിവരമില്ലാതെ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നത് അത് കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അത് മാറണമെങ്കിൽ ഇതേ കണക്കുള്ള പേരൻസിന് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.